മൈ ചാനൽ. ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? ഞാനൊരു തമിഴ് കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. ചെന്നൈയിലാണേ. അപ്പം കല്യാണത്തിൻ്റെ ദിവസമല്ല, അതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്കാണ്. അപ്പം ഞാനും ഇക്കായും കൂടെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് ചെറുക്കൻ്റെ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് പേര് തമിഴ് കല്യാണം ഒന്നും കണ്ടു കാണത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഉസ്താദും ഒക്കെ വന്ന് ദ്വാരപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഹൽദി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉസ്താദന്മാർ വന്ന് ദ്വാ ചെയ്തിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. അതുപോലെ തന്നെ ഇവിടെ ഗീ റൈസിനകത്ത് നമ്മുടെ നാട്ടിൽ പരിപ്പ് കറിയല്ലേ ഒഴിക്കുന്നത്. ഇവർ അതിന് പകരം പരിപ്പ് കറി ഉണ്ടാക്കാൻ അവർക്ക് ആർക്കും അറിയത്തില്ല. അത് കാരണം സാമ്പാർ ഒഴിക്കും, മട്ടൻ കറിയും, പിന്നെ നമുക്കൊരു ബോയിൽഡ് എഗ്ഗും പഴവും തരും കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ഞങ്ങൾ വരികയാണ്. അങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു ചെറുക്കൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടത്, നാളെയാണ് കല്യാണം. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു. ചെറുക്കനൊരു വാച്ചാണ് വാങ്ങിച്ചത്. ഈ ചെറുക്കനുമായിട്ട് ഞങ്ങളുള്ള പരിചയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെന്നൈ വന്നുള്ള പരിചയമാണ്. 3-5 വർഷം കൊണ്ടുള്ളൊരു പരിചയം കേട്ടോ. ചെന്നൈ വന്ന് പരിചയപ്പെട്ടൊരു പയ്യനാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വാച്ചൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അക്കുനും അമ്മൂനും ഭയങ്കര പനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാതെ 4 ദിവസമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൊടുങ്കൈയൊക്കെ കാണിച്ചു. പിന്നെ അതേപോലെ തന്നെ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും 4-5 ദിവസമായിട്ടും കുറയുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞ് കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞത് കാരണം പിന്നെ എൻ്റെ ട്വിൻസ് ആയത് കാരണം 2 പേർക്കും ഒരുപോലെ പനി എന്ത് വന്നാലും വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇവരെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് വിചാരിച്ച്, ന്യൂ ഇയർ ഒക്കെ അല്ലേ ഇഞ്ചക്ഷനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ ന്യൂ ഇയർ അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു കേക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങളത് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, നാളെ കല്യാണമല്ലേ, പിരിയൊക്കെ പോയി ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പിരിയൊക്കെ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മും കൂടാണ് പോയത്. ഞാൻ പിരികം ത്രെഡ് ചെയ്യുന്ന സമയം കൊണ്ട് അമ്മു ആണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നടന്നാൽ മതി. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെല്ലാം കുളിച്ചൊരുങ്ങി കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരുങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട ഡ്രസ്സ് ഇതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് പറയണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി കേട്ടോ. കല്യാണ വീട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ കയറി പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുറേ എന്നൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ തമിഴ് കല്യാണം കാണാത്തവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ആക്കുന്നത്. എല്ലാവർക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും റീൽസും ഫോട്ടോസും ഒക്കെ ഞാനും അമ്മും ഒക്കെ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് പിക്സ് ഒക്കെ എടുത്തു കേട്ടോ. അവിടെ പിക്ക് എടുക്കുന്ന പ്ലേസാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. തമിഴ് കല്യാണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ചെറുക്കൻ്റെ അമ്മായിയും പിന്നെ കുഞ്ഞുമ്മായും കൂടെ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി റൂമിൽ കൊണ്ടുപോകും. റൂമിനകത്ത് പെണ്ണ് ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടുന്ന് തലപ്പായും കെട്ടി പെണ്ണ് പൂമാല ഇട്ട് കൊടുത്താണ് ചെറുക്കൻ പന്തലിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഉസ്താദന്മാരൊക്കെ താഴെ ഇരിപ്പുണ്ട്. അവരുടെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തും. അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഓരോ കാര്യങ്ങളും ചരിത്രങ്ങളും അവരുടേതായ ഓരോ പ്രസംഗങ്ങളും ഒക്കെ പറയുന്നത് വെച്ചാൽ ചരിത്രങ്ങളാണ് ഈ പറയുന്നത് മൊത്തം. ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരും കൈമാറി ഇതെല്ലാം സംസാരിച്ചതിന് ശേഷമാണ് താലികെട്ട്. ഞങ്ങൾ അവിടെ നിന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് മുങ്ങി കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ പ്ലേസിൽ ആരുമില്ല, കുറച്ച് ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ബോറടിക്കുന്നു. ഓരോരുത്തരുടെയും പ്രസംഗം കേട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇവിടെ വന്ന് കുറച്ച് റീൽസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും അമ്മും ഒക്കെ കൂടെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം ഞങ്ങൾ റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എന്തൊക്കെ ഇട്ട് തരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇലയും പിന്നെ ഒരു കുപ്പി വെള്ളവും തരും. പിന്നെ നമുക്ക് കേസരി തരും. അതുപോലെ തന്നെ ഇവരുടെ തമിഴിലെ ഒരു സലാഡും പിന്നെ അതിൻ്റെ കൂടെ ഒരു തൊട്ട് നക്കാനൊരു എന്താ സംഭവം, ഇത് എന്താ ഇവരുടെ ഒരു പേര് പറയും, മറന്നുപോയി എന്താ സംഭവം. എന്നിട്ട് മട്ടൻ ബിരിയാണിയാണ് അന്ന് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയി പോപ്കോണൊക്കെ മേടിച്ചു കേട്ടോ. വെളിയിൽ പോയി പോപ്കോണൊക്കെ മേടിച്ചു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞാൻ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല, എനിക്ക് മക്കൾക്ക് പനിയായത് കാരണം അത് മേടിച്ചില്ല. പിന്നെ ഇങ്ങനത്തെ പൂള പോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒക്കെ അത് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? തമിഴ് കല്യാണം കാണാത്തവർക്കെല്ലാം എൻ്റെ വീഡിയോയിൽ കൂടെ തമിഴ് കല്യാണം കാണാൻ സാധിച്ചില്ലേ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്